ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മോളെ? അവൾ അങ്ങനെ വ്രതം പൂർത്തിയാക്കണ്ട. എങ്ങനെയെങ്കിലും നമുക്കത് മുടക്കണം. എന്റെ പൊന്നു നിർമ്മലെ, വ്രതം മുടക്കുക എന്നൊക്കെ പറഞ്ഞ ആരുടെ പേരിലുള്ള വ്രത? നാഗദൈവങ്ങൾക്ക് വേണ്ടിയുള്ള വ്രതമാണ്. കലി കയറി നാഗദൈവങ്ങൾ പുറത്തിറങ്ങിയാലേ ആദ്യം ഉന്നമിക്കുന്നത് നിന്നെ ആയിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം. ഓ അയ്യോ, എന്നാലേ അങ്ങേ ഇതിലൊരു പരിഹാരം പറഞ്ഞു തരൂ. നമുക്കാർക്കും ഇഷ്ടമില്ലാത്ത ഒരാള് കളരിക്കൽ കുടുംബത്തിന്റെ സർവാധികാരിയായിട്ട് കണ്ടു നിൽക്കണോ? നമ്മുടെ മോളുടെ ഭർത്താവെന്ന് കരുതിയൊരുത്തൻ വേറൊരുത്തിയുടെ കൂടെ ജീവിതം നയിക്കുന്നത് കണ്ടു നിന്ന് മിണ്ടാതെ നിൽക്കണോ? എന്റെ നിർമ്മലെ, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. എല്ലാം പൊളിയുകയും ചെയ്തു. ഇനി ഇതൊക്കെ തന്നെയായിരിക്കും ഇതിന്റെ അവസ്ഥ. ഞാൻ ചാവുന്നത് വരെ ഇതൊന്നും നിർത്തില്ല. അങ്ങനെയാണെങ്കിൽ നീ എളുപ്പം ചത്തോളും. നിങ്ങളൊന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? യാതൊരു ഉപകാരവുമില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാനും സമ്മതിക്കില്ല. മോളെ കീർത്തി, ഈ അച്ഛൻ പറയുന്ന പോലെ ഒന്നുമല്ല. എടുക്കുന്ന വ്രതം പൂർത്തിയാക്കാതെ വന്നാൽ നാഗദൈവങ്ങളുടെ ദേഷ്യം അത് പൂർത്തിയാക്കാത്ത ആളോടായിരിക്കും. ഏതെങ്കിലും രീതിയിൽ വ്രതം മുടങ്ങിപ്പോയാല് അത് അനുഭവിക്കേണ്ടത് അവളാ. അതിന് നമുക്കെന്താ? അവസരങ്ങൾ അവസാനിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് 41 ദിവസം ഉണ്ടല്ലോ. ആ ദിവസങ്ങൾ എണ്ണുന്നത് പോലെ നമുക്ക് എണ്ണിക്കൊണ്ടിരിക്കാം. അതിനിടയില് ഈ വ്രതം നമുക്ക് മുടക്കാം. കളരിക്കൽ നാഗകോപത്തിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പണ്ടത്തതിനേക്കാൾ ശക്തിയോടെ നമ്മൾ തിരിച്ചെടുക്കും. നിങ്ങൾ ആര് വേണ്ടെന്ന് വെച്ചാലും ഞാനിത് വേണ്ടെന്ന് വെക്കില്ല. അവളെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ചവിട്ടിക്കൊഴിച്ചിവിടെ വന്നവളാ. അവളെ ഈ ഉമ്മർത്ത് തന്നെ ജീവനില്ലാതെ കിടത്തണം. അത് നമുക്ക് കണ്ണു നിറച്ച് കാണണം. എന്നാലേ എനിക്ക് മനസമാധാനം കിട്ടൂ. അയ്യോ, വിട് വിട് വിട്. പ്ലീസ് പ്ലീസ് നവീൻ, ഞാൻ വ്രതത്തിലാണ്. എനിക്ക് ഈ വ്രതത്തിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. ഈ കുടുംബത്തിന് വിശ്വാസമുണ്ട്. എടോ, എന്താണെങ്കിലും വ്രതം നാളെ രാവിലെ തുടങ്ങുള്ളൂ. ഇപ്പൊ ഞാൻ അടുത്ത് നിൽക്കുന്നതിന് എന്താ കുഴപ്പം? തൊടുന്നോണ്ട് എന്താ കുഴപ്പം? അതൊന്നും ശരിയല്ല. നോക്ക്, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. നമുക്കിടയിൽ അത് ശരിയാണ്. ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് ഈ വ്രതത്തിന്റെ കാര്യങ്ങളൊന്നും അത്ര ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. ഇപ്പൊ വ്രതത്തിലല്ലോ. അതുകൊണ്ടേ ആരെങ്കിലും വരുന്നതിന് മുമ്പ്
പെട്ടെന്ന് എനിക്കൊരു ഉമ്മത. തൽക്കാലം അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം, അല്ലാതെ പോവില്ല. ഓക്കെ, ഇങ്ങോട്ട് തരാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാനെടുത്തോളാം. അയ്യോ നവീൻ, വിട് വിട് വിട്. നവീൻ, മാറ്റ് മാറ്റ് നവീൻ. കഥ പോകാൻ പറ്റില്ല. വിട് എന്നെ, വിട് നവീൻ. അയ്യോ എനിക്ക് പോണം, പ്ലീസ് നവീൻ വിട്. മുത്തശ്ശി, മുത്തശ്ശി. എന്താ മോളെ? മുത്തശ്ശി, അതെ, വ്രതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് സംശയങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. നല്ല കുട്ടി, നമുക്കേ പൂജാമുറി പോയിരിക്കാം. അവിടെ ഇരുന്ന് മോളുടെ സംശയം എല്ലാം മുത്തശ്ശി തീർത്തു തരാം. വാ. നീ എന്താ ഇങ്ങനെ നിക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി, വെറുതെ ഇങ്ങനെ. ആ വാ മോളെ. മമ്മി തിരക്കിലാണോ? പിന്നല്ലാതെ. എത്രയാ ജോലി ബാക്കി കിടക്കുന്നറിയോ? ഇന്ന് കുറച്ച് ഉറക്കം കളഞ്ഞിട്ടാണെങ്കിൽ എല്ലാം ചെയ്തു തീർക്കണം. എനിക്കേ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാന്ന് പറഞ്ഞ ശരിക്കും എന്താ? അല്ല, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു. അതനുസരിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോ സ്ത്രീകളെ കുറിച്ച് ഒരു തോട്ട് പോലും വരരുതെന്ന. അത് കറക്റ്റാണോ? ഇപ്പൊ എന്താ ഈ ബ്രഹ്മചര്യത്തിന്റെ പ്രശ്നം? അല്ല മമ്മി, നാളെ മുതല് നവീനും ആ വ്രതം എടുക്കേണ്ടതല്ലേ? അപ്പോ പാവം നവീന് എന്തൊക്കെയാ ചെയ്യേണ്ടി വരികയെന്നറിയാൻ വേണ്ടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാ. ബ്രഹ്മചര്യത്തിന്റെ കാര്യമൊക്കെ കൃഷ്ണയ്ക്ക് നന്നായിട്ട് അറിയാല്ലേ?